ചെളി നിറഞ്ഞ വീടുകളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത്. തിരച്ചിൽ 3-ാം ദിവസം രാവിലെ തന്നെ ആരംഭിച്ചു. തിരച്ചിലിനായി കരസേനയും നാവികസേനയും കോസ്റ്റ് ഗാർഡും രംഗത്തുണ്ട്. രക്ഷാപ്രവർത്തകർ കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലാണുള്ളത്. 100ഓളം പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ നിരവധി പേരാണ് വിവിധ ആശുപത്രികൾ ചികിത്സയിലുള്ളത്. 82 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 8304 പേരാണ് കഴിയുന്നത്. കനത്ത മഴയെയും പുഴയിലെ കുത്തൊഴുക്കിനെയും വകവയ്ക്കാതെ രാത്രി വൈകിയും സൈന്യം മുണ്ടക്കൈയിലേക്ക് ബെയിലി പാലം നിർമ്മാണം തുടരുകയാണ്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ് പാലം. പാലം പണി പൂർത്തിയായാൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം സൈന്യം പണിത നടപ്പാലം മുണ്ടക്കൈ പുഴയിലെ കുത്തൊഴുക്കിൽ മുങ്ങിയിരുന്നു. മഴയിലും യന്ത്രസഹായത്തോടെയുള്ള തിരച്ചിൽ തുടരുകയാണ്. രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി എത്തിച്ച മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വീടുകളുടെ അവശിഷ്ടങ്ങളും മണ്ണുമാറ്റിയാണ് തിരച്ചിൽ നടക്കുന്നത്. 9 മന്ത്രിമാർ വയനാട്ടിലുണ്ട്. 2 ടീമായി പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. കൺട്രോൾ റൂമുകളിൽ മന്ത്രിമാർ ഉണ്ടാകണമെന്ന് നിർദ്ദേശമുണ്ട്. കൂടുതൽ ഫോറൻസിക് ഡോക്ടർമാരെ നിയോഗിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. കൂറ്റൻ പാറക്കല്ലുകൾ നിറഞ്ഞ ചെളിക്കുണ്ടായ ദുരന്തഭൂമിയിൽ ഇന്നലെയും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വിശ്രമമില്ലാതെ തിരച്ചിൽ തുടർന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കോരിച്ചൊരിയുന്ന മഴയാണ് പ്രധാന തടസ്സം. കര, വ്യോമസേന, NDRF, SDRF, പോലീസ്, അഗ്നിരക്ഷാസേന എന്നിവ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. ഇവരെ സഹായിക്കാൻ ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും വയനാട്ടിലെത്തിയിട്ടുണ്ട്. തകർന്നു വീണ മേൽക്കൂരകൾ പൊട്ടിച്ചും ചെളിക്കുഴികളിൽ സാഹസികമായി ഇറങ്ങിയുമാണ് തിരച്ചിൽ. തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിതറിയ നിലയിലാണ് ശരീരങ്ങളേറെയും. മലമുകളിലെ പുഞ്ചിരിമുട്ടത്തു നിന്ന് കുലംകുത്തിയൊഴുകിയ മലവെള്ളം പിച്ചു ചീന്തിയ മനുഷ്യരുടെ ശേഷിപ്പുകൾ 40 കിലോമീറ്ററിനപ്പുറം ചാലിയാർ പുഴയിൽ പൊങ്ങുകയായിരുന്നു. ഇതിനകം 1500ഓളം പേരെ സൈന്യം രക്ഷപ്പെടുത്തി. മൈസൂരുവിലേക്ക് യാത്ര ചെയ്യുന്നവർ വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കി ഇരിട്ടി, കൂട്ടുപുഴ റോഡ് വഴി പോകണമെന്ന് കണ്ണൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. വയനാട് ചുരം വഴി ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നത് നിരോധിച്ചിട്ടുണ്ട്. ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അടിവാരത്ത് പോലീസ് തടയും. എന്നാൽ KSRTC ഉൾപ്പെടെ ബസ് സർവീസിന് തടസ്സമില്ല. ചൂണ്ടൽ, മേപ്പാടി റൂട്ടിൽ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ഇവിടെ ആംബുലൻസുകൾക്ക് മാത്രം കടന്നുപോകാൻ വഴിയൊരുക്കിയിരിക്കുകയാണ്. മേപ്പാടി നിന്ന് അപകട മേഖലയിലേക്കും രക്ഷാപ്രവർത്തകരെയും ആംബുലൻസുകളെയും മാത്രമാണ് കടത്തിവിടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.